2010 സെപ്റ്റംബർ 20-നായിരുന്നു പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജിലെ അവസാന ട്രെയിൻ യാത്ര. 3 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ബ്രോഡ്ഗേജായി മാറ്റാനായിരുന്നു തീരുമാനം. പദ്ധതി പൂർത്തിയാക്കാൻ പ്രഖ്യാപിച്ച സമയം അവസാനിച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. എന്നിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ല. പുനലൂരും ചെങ്കോട്ടയും തമ്മിലുള്ള 49 കിലോമീറ്റർ ദൂരത്തെ ഈ റെയിൽവേ ശൃംഖലയെ 4 റീച്ചുകളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിന്റെ ഭാഗമായ 3 റീച്ചുകളുടെ നിർമ്മാണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. കഴുത്തുരുത്തി മുതൽ ഭഗവതിപുരം വരെയുള്ള 2 റീച്ചുകളിൽ ഇതുവരെ ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. അതേസമയം തമിഴ്നാടിന്റെ ഭാഗമായ ഭഗവതിപുരം ചെങ്കോട്ട റീച്ചിലെ പണികൾ 80% പൂർത്തിയായി. ഇതിൻ്റെ അലൈൻമെൻറ്റിൽ തന്നെ വളരെ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ തുരങ്കങ്ങൾ ധാരാളമുണ്ട്, പാലങ്ങളുണ്ട്. ഈ ഭൂപ്രകൃതി എന്ന മലയോര മേഖലയായതുകൊണ്ട് അന്നത്തെ എസ്റ്റിമേറ്റിൽ ഒരുപക്ഷെ കരാറുകാർക്ക് ഈ പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ലെന്നാണ് ഈ കാരണങ്ങൾ പറയുന്നത്. ഫണ്ടിൻ്റെ അപര്യാപ്തതയും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ പുതിയതായിട്ട് വന്ന ഗവൺമെൻറ് ഇതിൻ്റെ ഫണ്ടിൻ്റെ അപര്യാപ്തതയോ അല്ലെങ്കിൽ ഈ പണി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആവശ്യമായ പണം അധികൃതർ അനുവദിക്കാത്തതിനാലാണ് പണി ഇഴഞ്ഞു നീങ്ങുന്നതെന്നാണ് ആരോപണം. കിലോമീറ്ററുകൾ നീങ്ങുന്ന തുരങ്കപാതയുടെ നവീകരണവും പ്രസിദ്ധമായ 13 കലറപ്പാലത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ബലപ്പെടുത്തൽ നടപടികളും ഇനിയും ആരംഭിച്ചിട്ടില്ല. ഈ നില തുടർന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാതയിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. മീഡിയ 1 കൊല്ലം.